ഹലോ, നാത്തൂൻസ് സ്പൈസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ നാത്തൂൻ സ്പെഷ്യൽ ബീഫ് സ്റ്റേക്ക് ഗ്രില്ല് ചെയ്തതാണ്. സാധാരണ സ്റ്റേക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ ഇത്രയ്ക്കൊന്നും മാരിനേഷൻ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അല്പം കേരള തനിമയോട് കൂടിയുള്ള ഗ്രില്ലിംഗ് ആണ് കേട്ടോ. നമുക്ക് അല്പം എരിവും പുളിയൊന്നും ഇല്ലാത്ത ബീഫിനോട് അത്ര വലിയ പ്രിയമൊന്നും ഇല്ലല്ലോ. ബീഫ് സ്റ്റേക്ക് നാരങ്ങ നീര് കൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ മാരിനേറ്റ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 400 ഗ്രാമോളം ഉണ്ടാവുമേ. ഇനി നല്ല പച്ച കുരുമുളക് ചതച്ച് ഇതിന് മുകളിലൂടെ ഒന്ന് നന്നായി മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്താലും മതി. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 2 വശം ഒരുപോലെ മാരിനേറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു നാടൻ ടച്ച് വരെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. സാധാരണ സ്റ്റേക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മുടെ നാടൻ മസാലകളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇനി ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മാരിനേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇതാ ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയൊക്കെ കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇറങ്ങും. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഗ്രില്ല് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ ഈ ഗ്രിൽ റാക്കിൽ വെച്ചാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. സ്റ്റേക്കിൻ്റെ വേവ് എപ്പോഴും ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് അല്പം ഉള്ളിലൊരു റെഡിഷ് കളറൊക്കെ വരുന്നതായിരിക്കും ഇഷ്ടം. എനിക്ക് പക്ഷേ ആ റെഡിഷ് കളർ വരുന്നതിനോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കൂടുതൽ നേരം ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കുന്നത് ആ സ്റ്റേക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനും ഭയങ്കര ടേസ്റ്റി ആവാനും ഹെൽപ്പ് ചെയ്യും. എൻ്റെ പാകത്തിനുള്ള ബീഫ് സ്റ്റേക്ക് എനിക്കൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ തയ്യാറാക്കി കിട്ടി. ഇതാ കണ്ടോ, ഞാനതിൻ്റെ അകം കാണിച്ചു തരാം. ഇതാണ് എനിക്കിഷ്ടമുള്ള പാകം. നിങ്ങൾക്ക് ഇതിലും റെഡിഷ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമെങ്കിൽ ഇതിലും കുറച്ച് സമയം കൊണ്ട് തന്നെ തയ്യാറായി കിട്ടും. കണ്ടോ, ഭയങ്കര ജ്യൂസിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നൊരു വിഭവമല്ലേ. അധികം ഓയിലും മസാലകളും ഒന്നും ചേർക്കാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി വീണ്ടും കാണാം. ബൈ.